Good morning. Okay. എല്ലാവരും ജോയിൻ ചെയ്തോ? എത്ര പേരായി? 38 പേരായി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓട്ടിയസ് സ്യൂട്ടിനെ നമ്മൾ 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? Otis suit is designed to the concept of 4 zones. ഏതൊക്കെയായിരുന്നു 4 സോണുകളായിട്ട് തിരിച്ചേക്കുന്നത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. അങ്ങനെ 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഈ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്, ഈ ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. ഇപ്പൊ ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്? റിസപ്ഷൻ, പിന്നെ വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സിനുള്ള വെയിറ്റിംഗ് ഏരിയകള്, പിന്നെ ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ റൂം, സ്റ്റോർ റെക്കോർഡ്സ്, ദെൻ ഓട്ടോക്ലേവ്, TSSU എന്ന എക്സ്പാൻഡഡ് ഫോം നമ്മൾ പറഞ്ഞ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് TSSU. ദെൻ അടുത്തതാണ് ട്രോളി ബേ, ട്രോളികളൊക്കെ അടുക്കി വെക്കുന്ന ഏരിയ. ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഏരിയ. ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് സോൺസിൽ വരുന്ന. ആ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ചേഞ്ച് റൂം ഈസ് കംസ് അണ്ടർ ഡാഷ് സോൺ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ പ്രീ അനസ്തേഷ്യ റൂംസ് കംസ് അണ്ടർ ഡാഷ് സോൺ എന്ന് ചോദിക്കാം കേട്ടോ. വേറെ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സോൺ ആണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ഏതാണ് ക്ലീൻ സോൺ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഒന്നാമത്തെയാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. എന്താ പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷന് മുന്നേ നമ്മൾ റെഡി ആക്കുന്ന റൂമാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം, പ്രീ മുമ്പ്, ഓപ്പറേഷന് മുന്നേ നമ്മളെ റെഡി ആക്കുന്ന റൂമാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. അടുത്തതാണ് റിക്കവറി റൂം. അതായത് സർജറി ഒക്കെ ചെയ്ത് അല്ലെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളെ മാറ്റുന്ന ഒബ്സർവേഷൻ റൂം അല്ലെ, റിക്കവറി റൂം. നമ്മൾ നേരെ നമ്മുടെ ആ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ പേഷ്യൻസിന് കൊണ്ടുവരല്ല. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ റിക്കവറി റൂമിലേക്ക് മാറ്റും അല്ലെ, റിക്കവറി റൂം. അതേതിൽ വരുന്നതാണ്? ക്ലീൻ സോണിൽ വരുന്ന. അടുത്തതാണ് പ്ലാസ്റ്റർ റൂം. PLASTER, പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റർ ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ, പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരാറുണ്ട്. ഒടിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും സർജറി ഒക്കെ കഴിയുമ്പോൾ ചില പേഷ്യൻസിന് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ റൂം. അടുത്തതാണ് സ്റ്റാഫ് റൂം. സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള റൂം, സ്റ്റാഫ് റൂം. അടുത്ത നോക്കിയേ, അവിടെ അനസ്തെറ്റിക് എന്നാട്ടോ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. അനസ്തെറ്റിക്, ANAESTHTIC, അനസ്തെറ്റിക് സ്റ്റോർ റൂം. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? നിങ്ങളുടെ ഒന്ന് ശ്രദ്ധിച്ചേ. Anesthetic store room, ANAESTHTIC, കൂടി ഫ്രണ്ടിൽ ചേർത്താൽ മതി അതിന്റെ. അനസ്തെറ്റിക് സ്റ്റോർ റൂം ആണ്. കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത് ടെക്സ്റ്റില്? കറക്റ്റ് അല്ല. കറക്റ്റ് അല്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. അത് അനസ്തെറ്റിക് സ്റ്റോർ റൂം ആണ്. ANAESTHTIC.
അനസ്തെറ്റിക് സ്റ്റോർ റൂം. അപ്പൊ എന്താണ് അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്? അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്ന മെഡിസിൻസ്, എക്യുപ്മെന്റ്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഏരിയ റൂമാണ് ഏത്? അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്യുപ്മെന്റ്സുകളാവട്ടെ, മെഡിസിൻസ് ആവട്ടെ, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന റൂമാണ് അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. ഓട്ടോ പ്രൊസസർ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് പ്രൊസസർ ആണ്. നമുക്ക് സർജറി ഒക്കെ സമയത്ത്, സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇമേജ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇനി വേറെ എവിടെയെങ്കിലും നമ്മൾ സർജറി അത് ഓക്കെ ആണോ, ശരിയായ പാത്തിലൂടെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ, അവിടെ വെച്ച് തന്നെ നമുക്ക് സർജറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് എക്സ്റേ ഇത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത്. ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്, സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഓട്ടോമാറ്റിക് പ്രൊസസർ എന്ന് പറയുന്നത്. ഓട്ടോ പ്രൊസസർ, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. അപ്പൊ അത്രയും നമുക്ക് ഏതാണ് ക്ലീൻ സോണിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങളത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നില് ക്ലീൻ സോണിന് കീഴിൽ വരുന്നത് ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് തന്നിട്ട് അത് ഏത് സോണിലാണെന്ന് വരുന്നതും ചോദിക്കാം. ബോക്സ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അത് ടിക്ക് ഇട്ട് വെച്ചോ, ഇമ്പോർട്ടന്റ് എഴുതി വെച്ചോ കേട്ടോ. അതാ പ്രീ ഓപ്പറേറ്റിംഗ് റൂം, ദെൻ റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ, എക്സ്റേ യൂണിറ്റ്, ഇതെല്ലാം ക്ലീൻ സോണിൽ വരുന്ന. ഇനി മൂന്നാമത്തെ സോൺ ആണ് പോയിന്റ് എല്ലാം പഠിക്കണം. ഇതിനകത്ത് കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് എവിടെ വന്ന് വേണമെങ്കിലും ചോദിക്കാം. ഒന്നില്ലെങ്കിൽ നമ്മളപ്പോ പ്രൊട്ടക്റ്റീവ് സോൺ പഠിച്ചിട്ട് അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് അങ്ങ് പഠിച്ചു വെക്കാം. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് എഴുതാം. പിന്നെ അതിൽ ഏതെങ്കിലും ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് ചേഞ്ചിങ് റൂം ഈസ് കംസ് അണ്ടർ ഡാഷ് സോൺ അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണല്ലോ, പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് ചേഞ്ചിങ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ നിങ്ങൾ ഓരോ പേരും ഓരോ സോണും അതിന്റെ കീഴിൽ വരുന്നതും അത് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇനി അടുത്തതാണ് മൂന്നാമത്തെ സോൺ ആണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. പേജ് നമ്പർ ആണോ ചോദിച്ചത്? 60 കേട്ടോ, പേജ് നമ്പർ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. അസെപ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? അസെപ്റ്റിക് അണുവിമുക്തമായിട്ടുള്ള, അല്ലെ, മൈക്രോബ്സ് ഒന്നും ഇല്ലാത്ത, ജെർം ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ആണ് ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് ഒരു സ്റ്റെറൈൽ ഏരിയ ആണ്, അല്ലെ, എല്ലാം ജെർം ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ ഏരിയ ആണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്നത് ഏതെല്ലാം? ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം നമുക്ക് ഓപ്പറേറ്റിംഗ് റൂം എന്താ? ഓപ്പറേഷൻ നടത്തുന്നത്, അല്ലെ, ഓപ്പറേഷൻ പ്രൊസീജിയർ നടത്തുന്ന റൂമാണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ റൂം അത് ഏതിൽ വരുന്നതാണ്? ചാപ്റ്റർ 12 ആണ് കേട്ടോ. ചാപ്റ്റർ 12 ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ 12 ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ. അടുത്ത നോക്കിയേ ഓപ്പറേറ്റിംഗ് റൂം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആ പ്രൊസീജിയർ ഒക്കെ നടത്തുന്ന റൂമാണ് ഓപ്പറേറ്റിംഗ് റൂം. അതൊരു സ്റ്റെറൈൽ സോൺ ആണ്. എന്നുവെച്ചാൽ എന്താ പറയാ, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, സ്റ്റെറൈൽ ആണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ക്രബ് റൂം. സ്ക്രബ് റൂം അതായത് നമുക്ക് സ്ക്രബ് റൂം എന്ന് പറയുന്നത് ഈ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റാഫിന്, ഡോക്ടേഴ്സിന് ഇതൊക്കെ കൈയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, വാഷ്റൂം ഓക്കെ, ഈ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു റൂമാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. ഡയറക്റ്റ് നേരെ അവര് ഓപ്പറേഷൻ റൂമിലേക്ക് സർജറി ചെയ്ത് കയറുകയല്ല, അതിന് മുന്നേ എന്ത് ചെയ്യുന്നു, അവരുടെ കൈകളൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് അതിനുശേഷം എന്തിടും പറഞ്ഞാൽ നമ്മള് ഗ്ലൗസ് ധരിക്കും, അല്ലെ, PPE പോലുള്ള ഗ്ലൗസുകൾ, മാസ്ക് ഇതൊക്കെ ധരിച്ച് എല്ലാ പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവര് സർജിക്കൽ പ്രൊസീജിയർ അവർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കൈകൾ കഴുകണം, അതിനുശേഷമാണ് ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നത്. അപ്പൊ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉള്ളതാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്.
സർജന് പിന്നെ അതുപോലെ തന്നെ നേഴ്സസ് ഇവരൊക്കെ എന്താ കൈകൾ കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ള അതിനുള്ള ഫെസിലിറ്റി അതാണ് സ്ക്രബ് റൂം. ഇനി അടുത്തത് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന റൂം കേട്ടോ. അനസ്തേഷ്യ നൽകുന്ന ഇതാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അടുത്തതാണ് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഈ സർജറി ഒക്കെ ചെയ്യുമ്പോഴേ അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ പെട്ടെന്ന് തന്നെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം അല്ലെ. നമുക്ക് CSSD എന്ന് പറഞ്ഞ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാണ്ട് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് പഠിക്കുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ ഓട്ടോക്ലേവിലൂടെ ചെയ്യാൻ പറ്റും. കെമിക്കൽ നമ്മള് ഫ്ലാഷ് സ്റ്റെറിലൈസർ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അതായത് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ പറഞ്ഞാലോ നമുക്ക് 20 മിനിറ്റ്സോളം ഒക്കെ വേണം. അത്രയും സമയമൊന്നും അവിടെ ചെലവാക്കാനില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻസ്ട്രുമെന്റ്സ് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഫ്ലാഷ് സ്റ്റെറിലൈസർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ ഫ്ലാഷ് സ്റ്റെറിലൈസർ. അത് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. CSSD എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫ്ലാഷ് സ്റ്റെറിലൈസർ പഠിക്കാനുണ്ട്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പൊ തന്നെ 2-3 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. അതിന് ആ ഏരിയ എന്ന് പറയുന്നത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ആണ്. ഇനി അടുത്തതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി വേ. ഇൻസ്ട്രുമെന്റ് ട്രോളി വേ. ഇൻസ്ട്രുമെന്റ് ട്രോളി വേ അതായത് സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന ഏരിയ. സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വെക്കുന്ന ഏരിയ ആണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇതെല്ലാം സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വന്നതാ. ഏതൊക്കെയാണെന്ന് പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ, കുറച്ച് പഠിച്ചാൽ മതി. ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, സ്ക്രബ് റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി വേ. ട്രോളി ഏരിയ. ട്രോളി ഏരിയ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന ഏരിയ. ഇതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇതെല്ലാം സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്ന. ഇനി 4ാമത്തെ സോണാണ് ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ സോൺ ഡിസ്പോസ് ചെയ്യാം. സ്ക്രബ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ സർജനും അതുപോലെ തന്നെ നേഴ്സിനും ഒക്കെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. ആദ്യം കൈകൾ നന്നായിട്ട് അണുവിമുക്തമാക്കുക അല്ലെ, ജെം-ഫ്രീ ആക്കുക. നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഗ്ലൗസ് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഓടിച്ചെന്ന് ഗ്ലൗസ് ഇട്ട കൈകളിൽ വല്ല മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അത് നേരെ ഗ്ലൗസിലേക്ക് വരും. ഗ്ലൗസിൽ നിന്ന് ഏതാണ് ആ പേഷ്യന്റിന്റെ സർജറി ചെയ്യുമ്പോൾ ആ പേഷ്യൻസിലേക്കൊക്കെ വരാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം. ആ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി അത് ആ റൂമാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. സർജറിക്ക് മുന്നേ ഡോക്ടറിനും നേഴ്സിനും ഒക്കെ കൈകൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫെസിലിറ്റികൾ, അതിനു വേണ്ടിയുള്ള റൂം, അതാണ് സ്ക്രബ് റൂം. ഓക്കെ ആണോ നോക്കിയേ ചോദിച്ചാല് സ്ക്രബ് റൂം. ഇനി ഓക്കെ അല്ലേ? ഇനി നോക്കിയേ ഡിസ്പോസൽ സോൺ ആണ്. ഡിസ്പോസൽ സോൺ അതാ ഫസ്റ്റത്തെയാണ് ഡേർട്ടി വാഷപ്പ് റൂം. ഡേർട്ടി വാഷപ്പ് റൂം എന്ന് വെച്ചാൽ സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നോക്കിയേ, അതായത് നമുക്ക് ഡിസ്പോസൽ സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഡേർട്ടി വാഷപ്പ് റൂമാണ് ഒന്നാമത്തെ പറഞ്ഞത് ഡിസ്പോസൽ സോണില്. അതായത് ഇവിടെ നമുക്ക് ഈ എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ആണെങ്കിലും എന്താണ് ഈ അതൊരു നമുക്കത് എന്താ പറയാ ഇതൊക്കെ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യണം.
അത് ഉപയോഗിക്കുമ്പോ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള തുണികളൊക്കെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ്, അത് ഡിസ്പോസ് ചെയ്യണം. അത് ഒരുമിച്ച് ഒറ്റയടിക്ക് കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, അതിന് സെപ്പറേറ്റ് ചെയ്യും. ഫൈനൽ ആയിട്ടുള്ള ഡിസ്പോസലിന് മുന്നേ എന്ത് ചെയ്യുന്നു, അതിന് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുന്നത്. സോയിൽഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, തുണികള് ഇതെല്ലാം വേർതിരിച്ചെടുക്കാനായിട്ട് എന്തിനു മുന്നേ, ഫൈനൽ ഡിസ്പോസലിന് മുന്നേ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള റൂമാണ് ഡേർട്ടി വാഷപ്പ് റൂം. ഇത് ഡിസ്പോസൽ സോണിൽ വരുന്നതാണ്. അടുത്തതാണ് ഡിസ്പോസൽ കോറിഡോർ. ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഇടനാഴി, അതാണ് ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്. ആ ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഇടനാഴി, അതാണ് ഡിസ്പോസൽ കോറിഡോർ. ഇനി അടുത്തതാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ജാനിറ്റർ ക്ലോസറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് തന്നെയാണ്. ഹൗസ് കീപ്പിംഗ് റൂം തന്നെയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് സ്റ്റോർ ചെയ്യുന്നതിന് ഉള്ള ഒരു റൂം, ഒരു ഏരിയ ആണ് ജാനിറ്റർ ക്ലോസറ്റ്. ഹൗസ് കീപ്പിംഗ് റൂം തന്നെയാണ്. ക്ലീനിങ് സംഭവങ്ങളൊക്കെയാണ്. ഹൗസ് കീപ്പിംഗ് സർവീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ എത്രയാ, മൂന്നാമത്തെ മൊഡ്യൂളിലായിട്ട് ഹൗസ് കീപ്പിംഗും വരുന്നുണ്ട്. അതായത് അവിടെ നമുക്ക് എന്താ, ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഹൗസ് കീപ്പിംഗ് റൂം തന്നെയാണ് അത്. അതായത് നമുക്ക് ഈ സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെ, അത് ആ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ക്ലീനിങ്ങിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ജാനിറ്റർ ക്ലോസറ്റ്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ജാനിറ്റർ ക്ലോസറ്റ്. അപ്പൊ അത് മൂന്നും ഡിസ്പോസൽ സോണിൽ വരുന്ന ഏതൊക്കെയാണ്, ഡേർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഇത് മൂന്നും നോക്കി വെക്കുക കേട്ടോ. ഡിസ്പോസൽ സോണിന് കുഞ്ഞിതാണ്, 3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഡിസ്പോസൽ സോണിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാലോ. ഏതൊക്കെയാ, ഡേർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. എന്നുവെച്ചാൽ ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോ എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ഒരുമിച്ചല്ലോ കൊണ്ടുവന്നല്ലോ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഇടനാഴിയാണ് ഡിസ്പോസൽ കോറിഡോർ. ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അത് ക്ലീൻ ചെയ്യണ്ടേ, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ. ക്ലിയർ ആണോ നോക്കിയേ. 4 സോണുകള് പെട്ടെന്നൊന്ന് ഓടിച്ചു പോയി. ഏതൊക്കെയാ ഉള്ളതെന്ന്, ഓട്ടോക്ലേവ് ആണോ? ഓട്ടോക്ലേവ് പറയാം. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അത് പഠിക്കുന്നുണ്ട്. CSST അവിടെ പഠിക്കുന്നുണ്ട്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ 1ാമത്തെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ അവിടെ പഠിക്കുന്നുണ്ട്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. സർജിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. അവിടെ ഹൈ ടെമ്പറേച്ചർ, അതായത് 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പ്രഷർ വേപ്പറാണ്. അതായത് നമ്മള് ഇപ്പൊ ഈ പലതരത്തിലുള്ള ഓട്ടോക്ലേവ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സാധാ ഓട്ടോക്ലേവ് പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ആ ഒരു പ്രഷറിൽ നമ്മള് എന്താ പറയാ, ട്രോളി ബേ എന്ന് പറഞ്ഞാൽ ട്രോളി ഒക്കെ അടക്കി വെക്കുന്ന സ്ഥലം കേട്ടോ. ട്രോളി ബേ. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. അത്ര ഓർത്ത് വയ്ക്കാം. സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്.
അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. സ്റ്റീം വഴിയാണ് 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ CSSD അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ നോക്കി. ഓരോന്നിന്റെ കീഴിൽ വരുന്നത് ഏതാണെന്നും ഏതെങ്കിലും ഓരോന്നും എടുത്ത് തന്നിട്ട് അത് ഏത് സോണിൽ വന്നതാണെന്നും ചോദിക്കാം. ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ബോക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററില് സാധാരണയായിട്ട് ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകള്, സാധാരണയായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാത്തത് അല്ലെ, കാണില്ല. അതായത് ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണയായിട്ട് ഉണ്ടാവാത്ത ഏരിയകള്. ഇപ്പൊ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും എല്ലാ ഏരിയ ഉണ്ടാവണമെന്നില്ല. ചില ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ മാത്രമുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ളൂ. ഇനി ചില ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇല്ലാത്ത ഏരിയകളിലാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ഇപ്പൊ എല്ലാ ഫെസിലിറ്റിയും അത് ഏരിയകളും ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോ റിസപ്ഷൻ ഏരിയ. ഇപ്പൊ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ എന്നെ, കാണല്ലേ ല്ലോ. മോൾക്കിടെ എന്തെങ്കിലും റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? പാർവതി, ഹസ്ന, കൃഷ്ണ ഇതൊക്കെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഓഡിയോ വീഡിയോ ഇവിടെ ഓൺ ആണല്ലോ. എന്ത് പറ്റി? മഴയുണ്ടോ അങ്ങോട്ടേക്ക്? ഇന്നിപ്പോ ഇവിടെ തുറന്ന് നിൽക്കുവോ? ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഫുള്ള് മഴയായിരുന്നു. ഇനിയിപ്പൊ അതിന്റെ വല്ല റേഞ്ചിന്റെ പ്രശ്നമോ അതെ കാണാലോ എന്നിട്ടിട്ടുണ്ട്. പിന്നെ കുറെ പേരിട്ടുണ്ട്. അപ്പൊ എന്താന്ന് നോക്കട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്. നെറ്റിന്റെ വല്ല പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാലും കേൾക്കാലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നെ കണ്ടില്ലെങ്കിലും? PDF കാണുന്നുണ്ട്, എന്നെ കാണുന്നില്ല. സാരില്ല, എന്നെ കണ്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. PDF കാണുന്നുണ്ട്, ഞാൻ പറയണതും കേൾക്കണ്ടല്ലോ. ഓക്കെ, അത്രയും ഓക്കെ. നോക്കിയപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പൊ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും എല്ലാ ഏരിയകളും ഉണ്ടാവണമെന്നില്ല. അതായത് ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഒക്കെ ഇങ്ങനെയുള്ള ഏരിയകൾ ഇല്ല. അതായത് ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകളാണ് ചില ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉണ്ടാവാത്ത ഏരിയകളാണ് ഈ പറഞ്ഞേക്കുന്നത്. നോ റിസപ്ഷൻ ഏരിയ. ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഒരു ഏരിയ ഇല്ല, ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഏരിയ ഇല്ല. നോ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണമെന്നില്ല. അത് ഏതൊക്കെയാവുന്ന പേരുകളൊന്നും നോക്കി വെക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കിയേ, നോ സെപ്പറേറ്റ് റൂം ഫോർ. കണ്ടോ, സെപ്പറേറ്റ് റൂം ഇല്ലാന്ന്. നോ സെപ്പറേറ്റ് റൂം ഫോർ ആർക്കൊക്കെ? സർജന് മാത്രം ഒരു സെപ്പറേറ്റ് റൂം ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും. ചിലടത്ത് സർജന് അങ്ങനെ ഒരു റൂം, സെപ്പറേറ്റ് റൂം ഇല്ല. ചിലപ്പോ ഒരു കോമൺ റൂമിലായിരിക്കും ഇവരിയ്ക്കുന്നത്. കണ്ടോ, സർജന് പ്രത്യേക റൂം ഉണ്ടാവണമെന്നില്ല, അനസ്തീഷ്യോളജിസ്റ്റിന് വേറെ റൂം ഉണ്ടാവണമെന്നില്ല, ജൂനിയർ ഡോക്ടറിന് വേറെ റൂം ഉണ്ടാവണമെന്നില്ല, OT അറ്റൻഡൻസ് ഇവർക്കൊക്കെ സെപ്പറേറ്റ് റൂം ഉണ്ടാവണമെന്നില്ല. ഇത്രയും പേർക്ക് ചിലയിടത്ത് ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് റൂം ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ ചില ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും ഇങ്ങനെ ഓരോരുത്തർക്കുമുള്ള സെപ്പറേറ്റ് റൂം ഇല്ല. ആർക്കൊക്കെ? ഫോർ സർജന് സെപ്പറേറ്റ് റൂം ഉണ്ടാവണമെന്നില്ല, അനസ്തേഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടറിന്, OT അറ്റൻഡർമാർക്ക്. ഇനി അടുത്ത് നോക്കി, മൂന്നാമത്തെ ഡെഫിഷ്യൻസി കാണുന്ന ഏരിയ ഏതാ? നോട്ട് ഇനഫ് ചേഞ്ച് റൂം ഫോർ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ. പല ആളുകൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ചിലപ്പോ എന്താ സെപ്പറേറ്റ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ചേഞ്ച് റൂം ഉണ്ടാവണമെന്നില്ല. സാധാരണ രീതിയിൽ സെപ്പറേറ്റ്, ഇപ്പൊ പേഷ്യൻസിന് വേറെ, ഡോക്ടേഴ്സിന് വേറെ, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചേഞ്ച് റൂം ഉണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ സർജന്, സ്റ്റാഫിന്, പേഷ്യൻസിന് അങ്ങനെയൊക്കെ. അപ്പൊ ചില കുറവ് മൂലമോ ചിലപ്പോ എന്തുകൊണ്ടാവാം, ചിലപ്പോ സ്ഥലപരിമിതി മൂലമാകാം. സ്ഥലപരിമിതി മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള സെപ്പറേറ്റ് ചേഞ്ച് റൂം ഉണ്ടാവണമെന്നില്ല. അതിനുള്ള സ്പേസ് ഉണ്ടാവണമെന്നില്ല.
not enough change room for different classes of people. പലതരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകം ചേഞ്ച് റൂം ഉണ്ടാവുന്നില്ല. അതിനുള്ള ചിലപ്പോൾ സ്ഥല പരിമിതി മൂലമായിരിക്കാം. അടുത്ത് നോക്കിയേ, inappropriate size and type of doors. കണ്ടോ, ഇനി അനുയോജ്യമല്ലാത്ത സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകൾ. നമ്മൾ പറഞ്ഞില്ലേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോറിന്റെ കാര്യമൊക്കെ. അതായത് എന്താണ്, നമ്മൾ ആ സ്ട്രെച്ചർ വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ ഇത്തിരി വീതി ഉള്ളതായിരിക്കണം അല്ലേ, അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ ശരിക്കും ആ കറക്റ്റ് ആയിട്ടുള്ള വലുപ്പത്തില് സൈസിലുള്ള ഡോറുകൾ ചിലപ്പോ ഉണ്ടാവണമെന്നില്ല. കണ്ടോ, സ്ട്രക്ചർ വീൽ ചെയർ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത്തിരി വലിയ ഡോറൊക്കെ വേണ്ടി തരാം അല്ലെ. പിന്നെ നമ്മൾ സിംഗിങ് ഡോർ പോലെ തന്നെ തുറക്കുന്ന രീതിയിലുള്ള ഡോറുകള് അല്ലെ, അങ്ങനെയുള്ളത് ചിലയിടത്ത് ഉണ്ടാവണമെന്നില്ല. അത് ഇനി അടുത്തത് നോക്കിയ അഞ്ചാമത്തെ, lack of laminar flow and mandatory air exit system in operation theatre. laminar flow എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ സിസ്റ്റം ആണ് കേട്ടോ. വെന്റിലേഷൻ സിസ്റ്റം അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ സിസ്റ്റം, എയർ എക്സ്ചേഞ്ചിനുള്ള ആ ഒരു സംവിധാനം ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണമെന്നില്ല. ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് കാണിക്കുന്ന ഏരിയകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന എയർ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ക്ലീൻ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വെന്റിലേഷൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ സിസ്റ്റം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ. ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ അതിന്റെ ഒരു അഭാവം, ചിലപ്പോ അത് ഇത് ആവാം, അതിന്റെ ലാക്ക് അഭാവം. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ് അത് കുറവായിരിക്കാം. പിന്നെ നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെപ്പറേറ്റ് CSSD ഉണ്ടാവണമെന്നില്ല. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. TSSD നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മൾ CSSD എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ, സർജിക്കൽ മാത്രമല്ല എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് CSSD. അപ്പൊ പ്രത്യേകം CSSD ഉണ്ടാവണമെന്നില്ല. അടുത്തത് വെയിറ്റിംഗ് ഏരിയ. പ്രത്യേകം വെയിറ്റിംഗ് ഏരിയ, റിക്കവറി, നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി. കണ്ടോ, വെയിറ്റിംഗ് ഏരിയയില് അല്ലെങ്കിൽ റിക്കവറി റൂമിലൊക്കെ ശരിക്കും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണമെന്നില്ല. നോട്ട് വെൽ എക്യുപ്ഡ്, അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ടാവണമെന്നില്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഇതൊക്കെ ഉണ്ടാകാം. വെയിറ്റിംഗ്, റിക്കവറി, നോട്ട് വെൽ എക്യുപ്ഡ്, നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളതാണെന്നില്ല. ബേസിക് ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഇതെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകളാണ്. അപ്പൊ ഏരിയകൾ 8 എണ്ണം ഉണ്ട്, അത് നോക്കി വെക്കുക കേട്ടോ. ഇത് സെപ്പറേറ്റ് റിസപ്ഷന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഈ സെപ്പറേറ്റ് റൂം സർജന്, അനസ്തേഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടറിന്, OT അറ്റൻഡന്റ്മാർക്കൊക്കെ സെപ്പറേറ്റ് റൂം ഉണ്ടാവണമെന്നില്ല. പിന്നെ പലതരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചേഞ്ച് റൂം, സ്റ്റാഫിന്, സർജന്, ഇവർക്കൊക്കെ പ്രത്യേകം ചേഞ്ച് റൂം, അതിന് ആവശ്യത്തിനുള്ള നോട്ട് ഇനഫ് ചേഞ്ച് റൂം, ആവശ്യത്തിന് ചേഞ്ച് റൂം ഇല്ലാത്ത അവസ്ഥ. പിന്നെ ഡോറുകൾ ഇൻഅപ്രോപ്രിയേറ്റ് സൈസിലും ടൈപ്പ് ആ തരത്തിലുമുള്ള ഡോറുകളുടെ അഭാവം ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ വെന്റിലേഷൻ സിസ്റ്റത്തിന്റെ കുറവ്, സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോളിന്റെ അഭാവം. സെപ്പറേറ്റ് നോ സെപ്പറേറ്റ് CSSD ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ സെപ്പറേറ്റ് ഇത് ഉണ്ടാവണമെന്നില്ല. പിന്നെ വെയിറ്റിംഗ് ഏരിയ, റിക്കവറി റൂം ഒക്കെ വെൽ എക്യുപ്ഡ് ആവണമെന്നില്ല. ബേസിക് ഫെസിലിറ്റിയുടെ കുറവ്. ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ ആണോ? പേര് കുറിച്ച് വെച്ച് ഡെഫിഷ്യൻസി കാണുന്ന ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിച്ചറിയാലോ. പിന്നെ ആ രണ്ടാമത്തെ പോയിന്റും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നോ സെപ്പറേറ്റ് റൂം ഫോർ ഡാഷ്. ആർക്കൊക്കെയാ നമ്മൾ പറഞ്ഞ സെപ്പറേറ്റ് റൂം ഇല്ലാന്നതാണ്? സർജന്, അനസ്തേഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടറിന്, OT അറ്റൻഡന്റ്. അതുകൂടി നോക്കി വെച്ച അതിന്റെ. ഇനി നെക്സ്റ്റ് ആണ് പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. അതില് നമുക്ക് മൂന്നെണ്ണമായിട്ടാണ് ഇവിടെ തിരിച്ചേക്കുന്നത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. പേര് നോക്കിക്കേ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ prefabricated modular operation theater is a finished steel structure with a jointless sterile coating that provide a high quality finish. These operation theaters provide the benefit of. ശ്രദ്ധിച്ചേ, ഇത് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ജോയിന്റ്ലെസ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടോ? എങ്ങനെയാണ് നിർമ്മിച്ചേക്കുന്നത്? സ്റ്റീൽ കൊണ്ടാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ റൂം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാണ്. അതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമിനെ നമ്മൾ എന്താക്കി മാറ്റും? ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റീലാണ്, സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ സ്റ്റെറൈൽ കോട്ടിങ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ ഫിനിഷിങ് പ്രൊവൈഡ് ചെയ്താണ് ഇത് സെറ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഫ്ലെക്സിബിൾ ആണ്, അതായത് നമുക്ക് ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സിമെന്റും കട്ടയും മണ്ണും അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെയല്ല. അതായത് ഓൾറെഡി ഒരു റൂം ഉണ്ട്, അതിൽ തന്നെ എന്താക്കുന്നു? നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാണ്. നമുക്ക് ഇപ്പൊ സ്റ്റീൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു ഫ്രെയിം, അപ്പൊ നമുക്ക് ഇനി കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു റൂം തന്നെ, ഹോസ്പിറ്റലിലെ റൂം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റീലോ ഗ്ലാസോ, മെയിൻ ആയിട്ട് സ്റ്റീൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. മെയിൻ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്റ്റീൽ തന്നെയാണ്, സ്റ്റീൽ സ്ട്രക്ചർ ആണ്. അപ്പൊ എന്താണ്, നമുക്കത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇപ്പൊക്കെ നോക്കിയാൽ നമ്മുടെ വീടുകളൊക്കെ ആണെങ്കിലും പണ്ടത്തെ പോലെയല്ല, ഒത്തിരി എന്താ പറയാ ഇത് വന്നു, ടെക്നോളജി ഇതൊക്കെ വന്നോടുകൂടി അല്ലേ. ഇപ്പൊ കല്ലുമണ്ണും തന്നെ വേണമെന്നൊന്നുമില്ല അല്ലെ വീട് പണിയാനായിട്ട് അല്ലെ. ഇഷ്ടികയും ഇതൊന്നും വേണമെന്നില്ല. അല്ലാതെയൊക്കെ എന്തൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കി നമ്മുടെ ജനലും മറ്റുള്ള ഇത് സ്റ്റെയറും ഇതൊക്കെ നമുക്ക് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ലേ. നേരത്തെ വുഡ് കൊണ്ടാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്താണ് നമ്മള് അല്ലേ സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റീലിന്റെ ഒക്കെ സ്റ്റെയർ ഒക്കെ ചെയ്യാല്ലേ അല്ലേ, കൺസ്ട്രക്ട് ചെയ്യുന്നല്ലേ. ഈസി ആയിട്ട് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലെ. സ്റ്റീലിന്റെ സ്റ്റെയർ ഒന്നും ഇല്ല ആർക്കടെ വീട്ടിലൊന്നും. സ്റ്റീലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തുരുമ്പ് പിടിക്കൂല, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. ചീത്തയായി പോകൂല, അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു റൂം, ഒരു സാധാ ഒരു റൂം, ഹോസ്പിറ്റലിലെ ഒരു റൂം, അതെ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മള് അല്ലെ വീടുകൾ തന്നെയാണെങ്കിലും പണ്ടത്തെ രീതിയിലൊന്നും അല്ല. ഇപ്പൊക്കെ വളരെ കുറച്ച് സിമെന്റും ഇത് കല്ലും ഒക്കെ കുറച്ച് മതി. ഫുള്ള് പ്ലെയിൻ ആയിട്ട് ഓപ്പൺ ഒക്കെ ആയിട്ടൊക്കെയാണ് അല്ലെ. ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് അതിൻ്റെതായ ഓരോ ഇതുണ്ടാവുമല്ലോ. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് മോഡുലാർ ഹൗസ് അല്ലെ. ഇപ്പോൾ അത് തന്നെ മോഡുലാർ ഹൗസസ് ആണ്. അതുപോലെ തന്നെയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു റൂമിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവിടെ എന്തുകൊണ്ടാണ്? സ്റ്റീലാണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. സ്റ്റീൽ ഉപയോഗിച്ച് സ്റ്റെറൈൽ കോട്ടിങ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ എന്താ ഫിനിഷിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് എന്താണ് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. എന്താ? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്താണ് ആ ബെനിഫിറ്റ് പറയുന്നത്? ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ്സ് എന്താ? നോട്ട് ചെയ്തേ. ഏതൊക്കെയാണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും. ശരിയല്ലേ അല്ലേ? പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം.
പിന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് കണ്ടോ, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റെറൈൽ കോട്ടിങ്, ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റെറൈൽ കോട്ടിങ് ഒക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. കണ്ടോ, കണ്ടാമിനേഷൻ ബിൽഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, കണ്ടാമിനേഷൻ വരുന്നത് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ഡ്യൂറബിലിറ്റി, എന്താണ്, കുറെ നാള് നിൽക്കും. എന്താ പറഞ്ഞു, പെട്ടെന്ന് ചീത്തയൊന്നും ആവൂല്ലാണ് അല്ലെ. തടി കൊണ്ടൊക്കെ നമ്മൾ പണിത് കഴിഞ്ഞാല് കുറച്ചാളൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ചീത്തയായി പോകാനുണ്ട്. ഇത് സ്റ്റീലാണ്, തുരുമ്പ് പിടിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റൂല അല്ലെ. അതാണ് ലോങ് ഡ്യൂറബിലിറ്റി. നമുക്ക് എന്താ വേണം, കുറെ നാള് ഈട് നിൽക്കും. പിന്നെ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, കണ്ടോ, പിന്നീട് ഇത് സ്ട്രോങ് ആണ്, നല്ല ബലമുണ്ട്, ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ വഴവഴക്കമുള്ളതാണ് എന്ന് വെച്ചാൽ എന്താ, ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അതാണ് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. പിന്നെ അവിടെ പൊട്ടിക്കോ ഇതൊന്നും ചെയ്യണ്ട നമുക്ക് അല്ലെ. ഒരു കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് വേണം ഇനി എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ. ഇതൊന്നും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഫ്ലെക്സിബിൾ ആണ്. എയ്സ് ഓഫ് മെയിൻ്റെനൻസ്, ഈ എയ്സ് എന്ന് പറഞ്ഞാൽ ഈസി, മെയിൻ്റെനൻസിന് എളുപ്പമാണ്. ഈസി ഓഫ് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇൻസ്റ്റോളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, ഇൻസ്റ്റോൾ ചെയ്യാൻ അതിന്റെ എക്യുപ്മെന്റ്സിന് നല്ല സപ്പോർട്ടാണ്. അടുത്ത നോക്കിയേ, പ്രൊവെൻഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. അല്ല, ആ സ്ട്രക്ചറിന്റെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഉപകരണങ്ങൾ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്പണിങ് തുറന്നു കൊടുക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെയൊക്കെ സ്ക്രൂ അറിയാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ എന്താ, അത് പൊളിച്ചു മാറ്റുമൊന്നും വേണ്ട അല്ലെ. അത് ജസ്റ്റ് അത് സ്ക്രൂ എല്ലാം അത് ലൂസായി കഴിഞ്ഞാൽ അല്ലെ അത് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഇൻസ്റ്റോൾ ചെയ്യാം. മറ്റേത് നമ്മൾ ഇത്ര ഉള്ള ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. അതിനേക്കായി വലിയത് വേണമെങ്കിൽ ഈ ഡോർ കളഞ്ഞിട്ട് വേണം കയറ്റാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. കണ്ടോ, അത് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് തുറന്നു കൊടുക്കുന്നു. എങ്ങനെ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. അതിന്റെ ആ സ്ട്രക്ചറിന്റെ ഹാർഡ്നെസ് അതിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു ഓപ്പണിംഗ്. എന്തിനു വേണ്ടി, എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് തുറന്നു കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണോ? നോക്കിയേ, എന്തൊക്കെയാണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഓർക്കുക, എന്താ, ഒരു റൂം തന്നെ, ഹോസ്പിറ്റലിലെ റൂം തന്നെ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് അവിടെ സെറ്റ് ചെയ്യാണ്. സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് നിർമ്മിക്കാൻ പറ്റും, കണ്ടാമിനേഷൻ ഉണ്ടാകുന്നതിനെ തടയാൻ പറ്റും. ലോങ് ഡ്യൂറബിലിറ്റി, നീണ്ട ഈട് നിൽക്കും. പിന്നെ വളരെ ശക്തിയുണ്ട്, ഫ്ലെക്സിബിൾ ആണ്, അതായത് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. മെയിൻ്റെനൻസ് ഈസിയാണ്, മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യാൻ ഈസിയാണ്. അടുത്ത് നോക്കി, ഇൻസ്റ്റോളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റ്സുകള് സപ്പോർട്ട്, അതിന്റെ സപ്പോർട്ടിന് അത് ഇൻസ്റ്റോൾ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, 7th പോയിന്റ് ഇവിടെ ആരോ ചോദിച്ചു, ഒന്നുകൂടി പറയാനായിട്ട്. 7th പോയിന്റ് എന്താണ്, നമുക്ക് ആ സ്ട്രക്ചർ, ഒരു സ്റ്റീൽ സ്ട്രക്ചർ അല്ലേ ഇത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വലിയൊരു എക്യുപ്മെന്റ്സ് അതിന്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു ഓപ്പണിംഗ് തുറന്നു കൊടുക്കാൻ പറ്റും. അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊവിഷൻ, വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ, ഓപ്പണിംഗ് നീഡഡ് ഫോർ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ നോക്കി, ഒരു ഫിക്സ്ഡ് ആയിട്ട് നമ്മള് എന്താ, നമ്മള് സിമെന്റും കല്ലും ഒക്കെ വെച്ച് പണിതേക്കുന്നതാണ്. അവിടെ ഒരു ഡോർ
ഡോർ നമ്മൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് അപ്പൊ ഇനി കുറച്ചും കൂടി വലിയൊരു എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണമെങ്കിൽ ഇനി ആ ഡോർ വേണമെങ്കിൽ പൊളിച്ചിട്ട് വേണ്ടേ നമുക്ക് അങ്ങോട്ടേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വലിയ എക്യുപ്മെന്റ്സ് ആ ഡോറിൽ കൂടെ കടക്കാൻ പറ്റില്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് സ്റ്റീലും കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ക്രൂവോ മറ്റുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ലൂസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് അതിനെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ എന്താണ് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്പണിങ് തുറന്നു കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഏഴാമത്തെ പോയിന്റ് ചോദിച്ചാള്. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മൾ പൊളിച്ചൊന്നും കളയണ്ട, അത്രേ ഉള്ളൂ. പൊളിച്ച് മാറ്റോ ഒന്നും ചെയ്യണ്ട. ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ സ്റ്റീൽ കൊണ്ടാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ വലിയൊരു ഓപ്പണിംഗ് തുറന്നു കൊടുക്കാൻ പറ്റും. എന്തിന്? എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ. എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു ഓപ്പണിംഗ് തുറന്നു കൊടുക്കാൻ പറ്റും, സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റ് എന്ന് വെച്ചാൽ എന്താ? സംയോജിപ്പിച്ചുകൊണ്ടുള്ള, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇതെല്ലാം ടെക്നോളജി ഉണ്ടാക്കുന്നു. അതായത് ഇവിടെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അഡ്വാൻസ്ഡ് ടെക്നോളജി, ഇപ്പോഴുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അഡ്വാൻസ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്റഗ്രേറ്റഡ്, അതായത് മെഡിക്കൽ ടെക്നോളജി സിസ്റ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. മെഡിക്കൽ ടെക്നോളജിയും കൂടി ഉണ്ട്, മെഡിക്കൽ ആൻഡ് ടെക്നോളജി, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു, പേഷ്യൻസിന്റെ വെയിറ്റ് ടൈം കുറയ്ക്കാൻ പറ്റുന്നു, സർജിക്കൽ ടീമുമായിട്ട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്. കണ്ടോ? അതാണ് ദിസ് കൺസിസ്റ്റ് ഓഫ്. ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? പേഷ്യൻസിന്റെ വിവരങ്ങൾ, ഇൻഫർമേഷൻസ് അപ്പൊ തന്നെ നമുക്ക് അറിയാനുള്ള, പിന്നെ ഓഡിയോ, അതുപോലെ വീഡിയോ, സർജിക്കൽ ലൈറ്റ്, റൂം ലൈറ്റുകൾ, ഇതെല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. കണ്ടോ? AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. അങ്ങനെ നോട്ട് ചെയ്യാം കേട്ടോ. അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഇന്റഗ്രേറ്റഡ്. അതായത് എന്തിനാ? മെഡിക്കൽ ടെക്നോളജിയുടെ കോമ്പിനേഷൻ ആണ്. മെഡിക്കൽ ടെക്നോളജി ഉണ്ട്, അത്രയും ടെക്നോളജി ഉണ്ട്. അതായത് സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്നും അപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ കൃത്യമായ വിവരങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്, റൂം ലൈറ്റുകൾ, AC, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ. ഇനി അടുത്തതാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കണ്ടോ? ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ.
ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാ അവിടെ ഉള്ളതെന്ന് നോക്കിയേ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. A surgical theater is equipped with modern medical imaging devices like CR. മെഡിക്കൽ ഇമേജിംഗ് കിട്ടുന്നത് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെ, നമുക്ക് ഇമേജിംഗ് കിട്ടുന്നത് CRs, റിയൽ ടൈം എക്സ്റേ ഇമേജിംഗ് ആണ്. റേഡിയോ ഇമേജിംഗ് എക്യുപ്മെന്റ് അല്ലെ, അതാണ് CRs. അത്രയും അഡ്വാൻസ്ഡ് ആണ്. കണ്ടോ, എന്താണ് റിയൽ ടൈം എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ് CRs എന്ന് പറയുന്നത്. CT സ്കാനർ, കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാനേഴ്സ്, റേഡിയോളജി പഠിക്കാൻ കേട്ടോ. CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാനർ. MRI സ്കാനേഴ്സ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. MRIയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് അവിടെ പഠിക്കാനുണ്ട് റേഡിയോളജി. മാഗ്നറ്റിക് റെസൊണൻസ്, റെസൊണൻസ് ഇമേജിംഗ്, ഇമേജിംഗ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ, CT സ്കാൻ, കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ. MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. CRs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ്. അതായത് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ 8 പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എക്സ്പാൻഡഡ് ഫോംസ് അല്ലേ. ഓക്കെ, പിന്നെ അതിനകത്ത് CR എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ടൈം ഇമേജിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇമേജിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് CRs. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്താ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അല്ലേ, കുറച്ചും കൂടി അഡ്വാൻസ്, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററാ. അവിടെ CRs, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്, ഇങ്ങനെയുള്ള മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകള്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും അവിടെ. മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ആണ് ഇതെല്ലാം. CRs, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്, ഇങ്ങനെയുള്ള മോഡേൺ ഇമേജിംഗ് ഡിവൈസുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ദിസ് allows slightly, MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, ഇമേജിംഗ്, magnetic resonance imaging. This allows slightly, ഇതിപ്പോ ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, എന്തിനാ അനുവദിക്കുന്ന? This allow slightly invasive surgery, less incision, കുറച്ച് മുറിവുണ്ടാക്കുന്നത്. അതായത് അത് നോക്കിയേ, നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഈ നമുക്ക് കുറച്ച് മുറിവുണ്ടാക്കുന്നതല്ലേ സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, കീ ഹോൾ സർജറി ഒക്കെ. അങ്ങനെയുള്ള കുറച്ച് മുറിവ്, അതൊരു ചെറിയ ഹോൾ അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ, ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഓപ്പൺ സർജറികളൊന്നും അല്ല. കണ്ടോ, സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, ലെസ് ഇൻസിഷൻ, കുറച്ച് മുറിവ് ഉണ്ടാക്കുന്ന കീബോർഡ് പോലുള്ള സർജറികള്, അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ തന്നെ വേണം അല്ലെ. ഇങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ഉള്ള ഓപ്പറേഷൻ തിയേറ്റർ വേണം. ഇതാണ് 3 ടൈപ്പ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്, അവിടെ മോഡുലാർ ആണ്. മോഡുലാർ എന്ന് പറഞ്ഞൊന്നുമില്ല, ഒരു ഹോസ്പിറ്റലിന്റെ റൂം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അതിന്റെ ബെനിഫിറ്റ്സ് 7 പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിക്കൽ ആൻഡ് ടെക്നോളജിയുടെ കോമ്പിനേഷൻ ആണ്. അതായത് എന്താണ്, അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഏതൊക്കെയാ, അതാ പറഞ്ഞേക്കുന്നത്. പേഷ്യൻസിന് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കാൻ ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്, റൂം ലൈറ്റ്, AC, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തത്. ഇനി ഹൈബ്രിഡ്
എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ് അല്ലെ, അതായത് ഏറ്റവും അത് തന്നെ മോസ്റ്റ് അഡ്വാൻസ്, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. അത് കീഹോൾ സർജറി പോലെ ലെസ് ഇൻവാസീവ് സർജറികള്, ലെസ് ഇൻസിഷൻ ഉണ്ടാക്കുന്ന സർജറികള്, അങ്ങനെയുള്ള സർജറി ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെക്നോളജി വേണം അല്ലെ. സിആർസ്, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ് പോലുള്ള കുറച്ചുകൂടി മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്, അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഹൈബ്രിഡ്. അപ്പൊ 3 ടൈപ്പ് ഓപ്പറേഷൻ തിയേറ്റർ. ഇനി നോക്കിയേ, പ്രിവെന്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾക്കെതിരെ എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് ചെയ്യാൻ പറ്റും? പ്രിവെന്റീവ് മെഷേഴ്സ്, പ്രതിരോധ നടപടികൾ എന്തിനെതിരെ? എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ അപകടങ്ങളൊന്നും പ്രതീക്ഷിച്ചിരിക്കണം വേണ്ടേ അല്ലെ. അപകടങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ എന്തൊക്കെ നമുക്ക് മുൻകരുതലുകളാണ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ പ്രതിരോധ നടപടികൾ എന്തെല്ലാം ചെയ്യാം? ഫസ്റ്റ് നോക്കിയേ, put on shoes prepared for nurses with non-slip soles. എന്താ പറഞ്ഞേക്കുന്ന ഷൂസുകള്, നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷൂസുകൾ പ്രത്യേകം തയ്യാറാക്കിയ ഷൂസ് വേണമെന്ന്. അതെങ്ങനെയാ? നോൺ സ്ലിപ്പ് സ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതി പോകാത്ത രീതിയിലുള്ളത്, സ്ലിപ്പായി പോകാത്ത രീതിയിലുള്ള നേഴ്സുകൾക്കൊക്കെ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഷൂസുകൾ ധരിക്കണം. ഇതാണ് ഒന്നാമത്തെ. Put on shoes prepared for nurses with non-slip soles. അധികം എന്താ വഴുതി പോകാത്ത രീതിയിൽ, അതിൽ തെന്നി പോകാത്ത രീതിയിൽ നേഴ്സിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷൂസ് ഒക്കെ ധരിക്കണം. പിന്നെ അടുത്ത നോക്കിയേ, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യണം. കണ്ടോ? അതീവ ശ്രദ്ധയോട് നല്ല സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഷാർപ്പ് ഒബ്ജക്ട്സ് ആണ് അല്ലെ, അതൊക്കെ എടുത്ത് വല്ല കണ്ണിൽ കൊള്ളോ അല്ലെങ്കിൽ എടുക്കുമ്പോ ശ്രദ്ധയില്ലാതെ എടുക്കുമ്പോ നമുക്ക് കൈ മുറിയോ അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതാണ് അടുത്തൊരു പ്രിവെന്റീവ് നടപടി എടുക്കേണ്ടത്. എന്താ? ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അതീവ ശ്രദ്ധയോട് കൂടി ഈ നല്ല മൂർച്ചയുള്ള കാര്യങ്ങൾ, ഉപകരണങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. എന്താ? പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. വേസ്റ്റുകളൊന്നും കൂടി എന്താ അങ്ങനെ കുറെ കൂടി കിടക്കാനൊന്നും പാടില്ല. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാം അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റെറൈൽ ഏരിയ ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ, ഇൻസ്റ്റോൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്താ? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് എന്തെങ്കിലും വൈദ്യുതിക്കൊക്കെ ഇലക്ട്രിസിറ്റിക്കൊക്കെ എന്തെങ്കിലും തകരാറൊക്കെ സംഭവിച്ചാല് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കേടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് പരമായിട്ട് എന്തെങ്കിലും ഫോൾട്ടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഉടനടി തന്നെ കറണ്ട് വിച്ഛേദിക്കാനായി പെട്ടെന്ന് തന്നെ വിച്ഛേദിച്ചുകൊണ്ട് ആ ഇലക്ട്രിസിറ്റിനെ അവിടെ എന്താണ് അവിടെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സുരക്ഷാ ഉപകരണമാണ്. അതായത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായി ഉടനെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ ഉപകരണമാണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അത് സ്ഥാപിക്കാം. പ്രശ്നമില്ല അല്ലെ. എന്തെങ്കിലും ഫോൾട്ട് വന്നാലും കൂടി പെട്ടെന്ന് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ആയിക്കോളും. അത് ഇൻസ്റ്റോൾ ചെയ്യണം. പിന്നെ കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ് എക്യുപ്മെന്റ്. ആര് വിളിക്കണം? സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കണം.
എന്തിനു വേണ്ടി? ടു ടെസ്റ്റ് ചെയ്യാൻ ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ്, ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെ എക്യുപ്മെന്റ്സുകളൊക്കെ എന്താ അത് നന്നാക്കാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ഉടനടി തന്നെ ഇലക്ട്രീഷ്യനെ വിളിക്കണം. Call a skilled electrician, skilled ആയിട്ടുള്ള നല്ല കഴിവുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കുക. എന്നിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യുക, ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യുക. ഓക്കെ, 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കണേ? നേഴ്സിനൊക്കെ കാലുകളൊക്കെ തിരിഞ്ഞു പോകാത്ത രീതിയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഷൂസുകളൊക്കെ ധരിക്കണം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ നമ്മുടെ ഒബ്ജക്ട്സുകൾ, അതെങ്ങനെയുള്ളത്? ഷാർപ്പ് ഒബ്ജക്ട്സ്, മൂർച്ചയുള്ള ഒബ്ജക്ട്സുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി, അറ്റ്മോസ്റ്റ് കെയർ, അതീവ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. പിന്നെ അവിടുത്തെ വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇൻസ്റ്റോൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. അതായത് എന്തെങ്കിലും വൈദ്യുതിക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റോൾ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കണം. അത് ടെസ്റ്റ് ചെയ്തിട്ട് ആ കേടായിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ 3 പോയിന്റ്? ഓക്കെ, ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട്. നോക്കിയേ, എന്താണ്? പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ, batch or other when exposed to radiation. Follow all safety instruction to lessen exposure to minimum. Radiation dosimeter. Dosimeter എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ, റേഡിയോളജിയിൽ ഡോസിമീറ്റർ പഠിക്കാനുണ്ട്. എന്താണ്? പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ. റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? ആ റേഡിയേഷൻ എക്സ്പോഷർ അല്ലെ, അത് നമ്മൾ മിനിമം, ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ് എന്നുള്ളതാണ്. ടു റെഡ്യൂസ് എക്സ്പോഷർ ടു മിനിമം. ആ റേഡിയേഷൻ എക്സ്പോഷർ മിനിമം ആക്കാൻ, അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്യുക. ഫോളോ ഫോർത്ത് പോയിന്റ് ആണ്. നാലാമത്തെ പറയണില്ലേ നമ്മളുള്ളൂ. അതായത് ഇവിടെ റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിക്കാം. റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഡിയേഷൻ എത്രത്തോളം ഉണ്ട്, റേഡിയേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് dosimeter. An instrument used to measure the radiation. റേഡിയേഷൻസ് എത്രത്തോളം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് റേഡിയേഷൻ ഡോസിമീറ്റർ. ഉണ്ടോ? അപ്പൊ നമ്മൾ ഈ റേഡിയേഷൻസ് ഒക്കെ ഇപ്പൊ റേഡിയോളജിയിലൊക്കെ എത്രത്തോളം റേഡിയേഷൻസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. എല്ലാ സുരക്ഷാ നടപടികളും നമ്മൾ അവിടെ ഫോളോ ചെയ്യണം. എന്തിനു വേണ്ടി? to lessen exposure to minimum. ആ റേഡിയേഷൻ എക്സ്പോഷർ മിനിമം ആക്കാനായിട്ട് അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും നമ്മൾ അവിടെ ഫോളോ ചെയ്യണം. ഓക്കെ, 1, 2, 3 പോയിന്റ് ക്ലിയർ അല്ലേ? നാലാമത്തെ അടുത്ത ദിവസം ഒന്നുകൂടി പറയാം കേട്ടോ. 3 പോയിന്റ് നോക്കി വെക്കുക എന്തൊക്കെയാണ് നമ്മുടെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് 3 പോയിന്റ് ഓക്കെ ആണല്ലോ, അത് നോക്കി വെക്കാം. നാലാമത്തോട് ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.